അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം ഞാൻ ചില ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഭർത്താവ് ഭാര്യയെ പരിഗണിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനെയും പരിഗണിക്കണം. അതെങ്ങനെയാണ് പരിഗണിക്കുക? പരമാവധി സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. സ്നേഹം കൊടുത്തിട്ട് എന്ത് ചെയ്യാം? സ്നേഹം വാങ്ങാൻ പറ്റും. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ പറ്റും. നമ്മൾ എത്രത്തോളം അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടോ അത്രത്തോളം അദ്ദേഹം എന്ത് ചെയ്യും? നമ്മളെ പരിഗണിക്കും. തിരിച്ചും അതുപോലെ തന്നെ ആവണം. ഭർത്താവ് ഭാര്യ എത്രത്തോളം പരിഗണിക്കുന്നുണ്ടോ അത്രത്തോളം ഭാര്യ എന്ത് ചെയ്യും? ഭർത്താവിനെയും പരിഗണിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവുള്ളൂ? ലൈഫിലൊരു സന്തോഷം കാണുള്ളൂ. ലൈഫിൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്. പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ലൈഫിൽ സന്തോഷം അറിയില്ല. പരിഗണിക്കലാണ്. നിൻ്റെ ഭാര്യ എന്ത് പറഞ്ഞാലും നിനക്ക് കേൾക്കാൻ കഴിയണം. നിൻ്റെ ഭർത്താവ് നിന്നോട് എന്ത് പറഞ്ഞാലും നിനക്ക് കേൾക്കാൻ കഴിയണം. സാധിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കേൾക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. തൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരിക, ടെൻഷനും സങ്കടവും പ്രഷറും എല്ലാം ഉണ്ടാവും. അടുത്ത മാസം വാടക കൊടുക്കാനുണ്ടാവും, കറണ്ട് ബില്ല് കൊടുക്കാനുണ്ടാവും, വാട്ടർ ബില്ല് കൊടുക്കാനുണ്ടാവും. അങ്ങനെ എല്ലാവിധ പ്രഷറുമായിട്ട് വരുന്ന ഭർത്താവിനെ തണുപ്പിക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവളാണ് ഏറ്റവും പെർഫെക്റ്റായ പെണ്ണ്. അതുപോലെ മാസത്തിൽ 7 ദിവസം ഒരു പെണ്ണിന് എന്തുണ്ടാവും? ഹൈലുണ്ടാവും അല്ലേ? ആ സമയത്ത് പെണ്ണിൻ്റെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും. പെട്ടെന്ന് ദേഷ്യം വരും. ആ സമയത്ത് അവളെ തണുപ്പിക്കാൻ കഴിയുന്ന ഭർത്താവാണെങ്കിൽ നീയാണ് ഏറ്റവും ബെസ്റ്റായ ഭർത്താവ്. പരസ്പരം പരിഗണിച്ച് പരസ്പരം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. എപ്പോഴും കുറ്റം മാത്രം പറയാം. ഒരു പോസിറ്റീവ് പോലും പറയാതെ കുറ്റം മാത്രം പറയുകയാണെങ്കിൽ അവളിൽ അല്ലെങ്കിൽ അവനിൽ വെറുപ്പുണ്ടാക്കും. സ്വാഭാവികമായിട്ടും ബന്ധങ്ങൾക്കിടയിൽ ചെറിയ അകൽച്ച വരാൻ തുടങ്ങും. പോസിറ്റീവിലേക്ക് നോക്കുക. പരമാവധി പോസിറ്റീവിലേക്ക് നോക്കുക. പോസിറ്റീവ് പറയുക. നെഗറ്റീവ് കണ്ടാൽ എങ്ങനെ പറയണം? പൊട്ടിത്തെറിച്ച് പറയാൻ പാടില്ല. മനസ്സിലാകുന്ന വിധത്തിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുക. നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. ഭർത്താവിനോട് പറയാം, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. അങ്ങനെ ഒരു ധാരണയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് കുടുംബജീവിതം ഖൈറാവുന്നത്. അള്ളാഹു നമുക്കൊക്കെ ഖൈറായ സമാധാനമുള്ള ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം.